കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ രാജ്യങ്ങൾ തിരിഞ്ഞ് പൊരിഞ്ഞ പോരെ. അർജന്റീനയ്ക്കും ബ്രസീലിനും ആരാധകർ ഏറെ. ഫുട്ബോൾ ആവേശത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഘോഷയാത്ര നടത്തുകയും ചെയ്തു. കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫിഫ സ്റ്റേഡിയമായി മാറിയ പ്രതി. വിദ്യാർത്ഥിനി ഡെസി പീറ്റർ നടത്തിയ കമന്ററി അതിലുമേറെ ആവേശം കൂട്ടി. വിളംബര ഘോഷയാത്ര കൊല്ലം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഫ്ളാഗ് ഓഫും കിക്ക് ഓഫും ചെയ്തു. ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, ജർമ്മനി ജേഴ്സിയിൽ കുട്ടികൾ സ്കൂളിലെത്തി. കലാധ്യാപകൻ അലക്സ് വേൾഡ് കപ്പിന്റെ രൂപമാതൃക നിർമ്മിച്ചു. പിക്ചർ വരയ്ക്കുന്ന കണക്കല്ല, ഒരു 3D മോഡൽ അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 360 ഫുൾ വ്യൂവിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഓൾറെഡി മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അതിനുള്ള റെഫറൻസുകളൊക്കെ ഇന്നുണ്ട്. ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റെഫറൻസ് വെച്ച് എല്ലാവരും ചെയ്യുന്നത് പോലെ ആ ഒരു രീതി തന്നെ ചെയ്തത്. വിളംബര ഘോഷയാത്ര നഗരം ചുറ്റിയ സ്കൂളിൽ തിരിച്ചെത്തി. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ രണ്ട് മനുഷ്യർ ഭൂഗോളത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ ഈ ഫുട്ബോൾ ഫിഫ ലോകകപ്പിന്റെ അതിൽ പറയുന്ന ഒരു സന്ദേശം. ഒപ്പം ആഗോളതലത്തിൽ ഫുട്ബോളിന്റെ ഒരു പ്രശസ്തിയും അതിലൂടെ മനുഷ്യരെ മുഴുവനും ഒന്നിപ്പിച്ചു നിർത്തുക, കായികത്തിലൂടെ ഒന്നിപ്പിച്ചു നിർത്തുക എന്ന് പറയുന്ന വലിയൊരു സന്ദേശം. യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ ഫിഫ വേൾഡ് കപ്പ് അതിനെല്ലാം മതിലുകൾ മറികടന്ന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ആശയമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.